നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. കേരളം വീണ പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യവുമായി NDAയുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പിണറായി സർക്കാർ വിരുദ്ധ നയങ്ങളുമായി സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങൾ NDA സഖ്യകക്ഷികളും കേരളം വീണ പതിറ്റാണ്ട് എന്ന പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന BDJSന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ്, പ്രിയമുള്ള NDAയുടെ സമാരാധനായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പിണറായി സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയിരിക്കട്ടെ. 1-ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ, അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ആരംഭിക്കുകയാണ്. കേരളം വീണ പതിറ്റാണ്ട് 10 വർഷക്കാലം കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള മുഴുവൻ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി സ്തംഭിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി NDA ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇന്ന് 1 വർഷക്കാലം നീണ്ടു നിൽക്കാൻ നിൽക്കുന്ന സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. NDAയുടെ ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരത്തിന്റെ നേതൃത്വത്തിൽ NDAയുടെ മറ്റ് ഘടകകക്ഷികളുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിൽ സ്വാഗതം, ഈ സമരത്തിന് സ്വാഗതം ആശംസിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായിട്ടുള്ള രാജീവേട്ടനെ ഞാൻ പ്രത്യേകം മുഖവരയോടെ പറയേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3-4 മാസക്കാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തത് മുതൽ കേരളത്തിന്റെ വികസിത കേരളം എന്ന ആശയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമാരാധനായ രാജീവ് ചന്ദ്രശേഖർജിയെ NDAയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ സമരത്തിന്, ഈ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ജ്യോതിഷ്, BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെയും തിരുവനന്തപുരം NDA കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ മുൻ അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള കുമ്മനം രാജേട്ടനെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. NDAയുടെ വൈസ് ചെയർമാൻ, മുൻ അധ്യക്ഷൻ, BJPയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്ജിയെ സ്വാഗതം ആശംസിക്കുന്നു. ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹരികുമാറിനെ സ്വാഗതം ആശംസിക്കുന്നു. STDയുടെ സംസ്ഥാന പ്രസിഡന്റ്, SDIയുടെ
SJD-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ VV രാജേന്ദ്രനെ സ്വാഗതം ആശംസിക്കുന്നു. BDJS-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തമ്പി മേട്ടക്കടയെ സ്വാഗതം ആശംസിക്കുന്നു. ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാമചന്ദ്രൻ അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ MS സതീശനെ സ്വാഗതം ആശംസിക്കുന്നു. കാമരാജ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പ ജയനെ സ്വാഗതം ആശംസിക്കുന്നു. NDA നേതാക്കന്മാരായിട്ടുള്ള ശ്രീ സോമശേഖരൻ, ശ്രീ അജി എസ്ആറും, ശ്രീ ധർമ്മങ്ങാട് രാജേഷ്, ശ്രീ പ്രേംരാജ്, ശ്രീ രേണു കാർണവർ, ശ്രീ ആലവിട അജിത്, ശ്രീ ദേവരാജൻ, അഡ്വക്കേറ്റ് പ്രദീപ്, മലയങ്കിരി രാജേഷ്, മുകേഷ് മണ്ണന്തര, BT രമ, ശ്രീ P വിജയൻ, YT രമ, അഡ്വക്കേറ്റ് സുരേഷ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവൻകുട്ടി, ശ്രീ രാമചന്ദ്രൻ, ശ്രീ സാജു റോയിക്കൽ, ശ്രീ പുഷ്പജയൻ അടക്കം ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ NDAയുടെ നേതാക്കന്മാരെയും NDAയുടെ പ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. അധ്യക്ഷ പ്രഭാഷണത്തിനായി ശ്രീ അഡ്വക്കേറ്റ് ജ്യോതിഷ് BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരപൂർവ്വം ക്ഷണിച്ചു. വികസന കേരളം എന്ന ഏറ്റവും പുതിയ ആശയവുമായി കേരളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യത്തോടുകൂടി മാറ്റമുണ്ടാകും എന്നുള്ള ഉറച്ച കേരളത്തെ നയിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധനായ നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട രാജീവ് ജി, ശ്രീ കൃഷ്ണപ്രസാദ് ഏട്ടൻ കുമ്മനൻ ഉൾപ്പെടെയുള്ള NDAയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയമുള്ളവർ, BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കേണ്ട ഒരു മീറ്റിംഗ് ആണിത്. അടിയന്തരമായി SNDP-യുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർത്തലിൽ വെച്ച് കൂടേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പകരം ചുമതലക്കാരനായി എന്നെ ചുമതലപ്പെടുത്തി വിട്ടിട്ടുള്ളത്. ഞങ്ങൾ എത്തുന്നത് ശ്രീ തമ്പി മേട്ടതുറ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. BDJS-ന്റെ പ്രമുഖരായ NDA നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തമ്പിയെ സംബന്ധിച്ചിടത്തോളം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലമായ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 30 വർഷക്കാലം CPM-ൽ സജീവമായി പ്രവർത്തിക്കുകയും 4 നൂറ്റാണ്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി നിന്ന ഞങ്ങൾ ശ്രീ തമ്പി മേട്ടതുറയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും CPI-യുടെ ജില്ലാ കൗൺസിൽ മെമ്പറുമായിരുന്നു. കാലഘട്ടത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് മാറ്റം എന്നുള്ള ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 5 വർഷങ്ങൾക്ക് അടുത്ത് തന്നെ ആ ചെങ്കൊടി ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ദേശീയതയുടെ ഭാഗമായി ഞങ്ങൾ ഇതിലേക്ക് അണിനിരയുകയുണ്ടായത്. അന്നത്തെ കാലഘട്ടത്തിൽ 4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, കമ്പ്യൂട്ടർ തല്ലിപ്പിടിക്കാൻ പറഞ്ഞു, മെതിയന്ത്രങ്ങൾ തല്ലിപ്പിടിക്കാൻ പറഞ്ഞു, വിദേശ സ്കൂളുകൾ നിലയിലുള്ള ആളുകളെ ഒന്ന് കയറ്റരുതെന്ന് ആവശ്യപ്പെട്ടു. ഞാനുൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായി എന്റെ കാൽമുട്ടിൽ ഉൾപ്പെടെ പരിക്ക് പറ്റി പോളിടെക്നിക് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആശയപരമായി ആ രാഷ്ട്രീയം ചെരുമയുള്ളതാണ് എന്ന് കരുതിയാണ് ഞങ്ങൾ നിന്നതെങ്കിൽ ഇന്ന് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയൊക്കെ നയിക്കുന്ന ദേശീയതയുടെ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ബഹുമാനായ CPM-ന്റെ നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദാനിയെയും അംബാനിയെയും സ്വാഗതം ചെയ്യുന്ന വർത്തമാനകാല രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ 5 വർഷം മുമ്പ് ഞങ്ങളെടുത്ത നിലപാട് എത്രയോ ശരിമയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഉജ്ജ്വലമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും ഞാൻ നീട്ടുന്നില്ല. ഏറ്റവും പ്രസക്തമായ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട രാജീവ്ജിയുടെയും കുമ്മനൻജിയുടെയും കൃഷ്ണപ്രസാദിന്റെ ഒക്കെയാണ്. NDAയുടെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. തീർച്ചയായും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമായി മാറുവാൻ BJPയുടെ അധ്യക്ഷന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന്
ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കുവാൻ കേരളം കാതോർക്കുകയാണ്. കാരണം വികസന രാഷ്ട്രീയം, വികസനോത്മകമായ കേരളം എന്നുള്ള ആശയം പുതുമ നിറഞ്ഞതല്ലെങ്കിൽ പോലും ആ ആശയവുമായി ബന്ധപ്പെട്ട് ഇടതിനും വലതിനും കഴിയാതിരുന്ന കാര്യങ്ങൾ ദേശീയയുടെ ഭാഗമായി നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന് കഴിയും. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമരത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഇല്ലെങ്കിൽ പോലും വാർത്തകളിൽ രാജീവ്ജി ഇടം തേടുന്നത്. ഈ 2 ദിവസം മുമ്പ് ഉണ്ടായ വാർത്തയിൽ ചാനൽ റേറ്റിംഗ് കൂട്ടുവാൻ രാജീവ്ജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് BJP-യിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അത്തരം വാർത്തകളാണെങ്കിലും ഏത് വാർത്തകളാണെങ്കിലും രാജീവ്ജിയോടൊപ്പം NDA ഇന്ന് കേരളം പിടിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ തുടക്കത്തിന് കാറ്റുവയ്ക്കുകയാണ്. ഈ കാറ്റ് കേരളം ആകെ തന്നെ ആഞ്ഞുവീശാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. ഇന്നേ ദിവസം വൈകുന്നേരങ്ങളിൽ കേരളത്തിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ NDAയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ ജ്വാല തീർത്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഞങ്ങൾ രംഗത്തേക്ക് വരുന്നത്. അത് ഇടതിനെയും വലതിനെയും ഒപ്പം നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളം സജ്ജമാകുകയാണ്. കേരളത്തിൽ BJP സജ്ജമായി കഴിഞ്ഞു, NDA കൂടി അക്കൂട്ടത്തിൽ സജ്ജമാകുകയാണ്. ആ സജീവതയിൽ BDJS-ന്റെ പങ്കാളിത്തം വ്യക്തമായി തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ പ്രിയപ്പെട്ട നമ്മുടെ BJP-യുടെ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ലോക ജനത, ലോക മലയാളി ഏറെ ആദരിക്കുന്ന മഹത്തായ വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിന് പുതിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വം, NDA എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന അദ്ദേഹത്തിന് വിജയാശംസകൾ നടന്നുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ഞാൻ വിനയപരിശ്രമം ക്ഷണിക്കുന്നു. നമസ്കാരം. जय जय भारत माता, जय जय NDA, चंद्रशेखर नेतावे, അങ്ങേക്കായിരം അഭിവാദ്യം. 9 കൊല്ലം മുമ്പ് ഇതേ ദിവസം ജനങ്ങള് CPM-ഉം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ വാഗ്ദാനം വിശ്വസിച്ച് CPM സർക്കാരിന് ഒരു അവസരം കൊടുത്തു. 9 കൊല്ലം മുമ്പ്. ഈ കഴിഞ്ഞ 9 കൊല്ലം നടത്തിയ ഒരു വീഴ്ച, അതിന് ഒരു സ്ലോഗനാണ് കേരളം വീണ പതിറ്റാണ്ട്. ഈ 10 കൊല്ലം എന്ത് നടന്നു, ആര് എന്ത് ചെയ്തു, ഇന്ന് ഒരു ഓർമ്മ വെക്കുന്നൊരു ദിവസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 2014 മുതൽ 2016 വരെ കോൺഗ്രസ് ഭരിച്ചു. ഇവിടുന്ന് 8 മന്ത്രിമാര് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ, UPA സർക്കാരിൽ മന്ത്രിമാരായിരുന്നു. ആ 5 കൊല്ലം കോൺഗ്രസ് നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല. അവര് ചെയ്തത് അഴിമതി, രാഷ്ട്രീയം. ഇത് മറക്കരുത്, ഞങ്ങൾ മറക്കാൻ സമ്മതിക്കില്ല. ജനങ്ങൾ മടുത്ത് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞ് 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ LDF-ന് ഒരു അവസരം കൊടുത്തു. ഈ 9 കൊല്ലം കേരളം വീണ പതിറ്റാണ്ടില് എന്ത് നടന്നു? അഴിമതി, ദുർഭരണം, രാഷ്ട്രീയം, ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. ഇതാണ് നടന്നത് ഈ 9 കൊല്ലം. അതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, 6% റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരള നാട്ടിൽ. ഓൾ ഇന്ത്യ ആവറേജ് 3% ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരള നാട്ടിൽ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ 7.2% കേരള നാട്ടിൽ. ഇതാണ് 9 കൊല്ലം ചെയ്ത ദുർഭരണം,
അഴിമതി, പ്രീണരാഷ്ട്രത്തിന്റെ ഫലം. കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു സ്ഥിതി. ഒരൊറ്റ അടിസ്ഥാന സൗകര്യം 9 കൊല്ലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഒരു പദ്ധതിയോ പുതിയ പദ്ധതി ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നരേന്ദ്രമോദിജി അയക്കുന്ന പദ്ധതിയിൽ ഫോട്ടോ ഒട്ടിച്ച് ലേബിൾ ഒട്ടിച്ച് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ട് കാണിക്കുക. ഇതാണ് 9 കൊല്ലത്തിൽ നടന്നിട്ടുള്ളത്. എത്രയോ കൊല്ലം പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ, 30-40 കൊല്ലമായിട്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ. അത് തീരദേശത്തെ കടലാക്രമണമാണോ, മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണോ, യുവാക്കളുടെ വിദ്യാഭ്യാസം അവസരങ്ങളുടെ പ്രശ്നങ്ങളാണോ, ദളിത് സമുദായത്തിന്റെ സേഫ്റ്റി, ലോ ആൻഡ് ഓർഡർ ആണോ? ഒന്നും പരിഹരിച്ചിട്ടില്ല. ഇത് ഇന്നും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പോ 9 കൊല്ലം ഞാൻ കേട്ടത് ഇവര് ആഘോഷിക്കാൻ പോകുന്നു. ഈ നാട്ടിൽ ആരും ആഘോഷിക്കുന്നില്ല. ആശാ വർക്കേഴ്സ് ആണോ, KSRTC ജീവനക്കാരാണോ, യുവാക്കളാണോ, ആരും ആഘോഷിക്കാത്ത സമയത്ത് സർക്കാർ റീൽസിന്റെ കാശും കൊടുത്ത് പോസ്റ്ററും അഡ്വർടൈസ്മെന്റും അവരാഘോഷിക്കുന്നു. ആഘോഷിക്കാൻ ഒന്നുമില്ല. അപ്പൊ ഇന്ന് മുതൽ അടുത്ത 1 കൊല്ലം BJP NDA ഒരു പ്രതിഷേധ പരിപാടികൾ മുമ്പോട്ട് വയ്ക്കും. ജനങ്ങളുടെ മുമ്പിൽ ഈ സത്യം വീട് വീടായിട്ട് ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പോയി ഈ 9 കൊല്ലം എന്ത് നടന്നു അതിന്റെ സത്യം മുമ്പോട്ട് വയ്ക്കും. ഞാൻ ചിലപ്പോ ലെഫ്റ്റും കോൺഗ്രസും സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കേൾക്കുന്നൊരു കേട്ടിട്ടുണ്ട്, കേരള മോഡൽ. ഞാൻ ഇന്ന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ പറയുന്നു, ഇതുവരെ നടന്നത് കേരള മോഡൽ അല്ല. അത് CPM-ന്റെ മോഡലാണ്, കോൺഗ്രസിന്റെ മോഡലാണ്. ഇനി വരാൻ പോകുന്നത് ഒരു വികസിത കേരളം മോഡൽ, നരേന്ദ്രമോദിജിന്റെ മോഡൽ. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. മാറ്റം വേണമെന്ന് ജനങ്ങൾ പറയുന്നു. അവർക്ക് വേണ്ടത് CPM-ന്റെ മോഡലല്ല, അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ അഴിമതി മോഡലല്ല. അവർക്ക് വേണ്ടത് വികസനം, തൊഴിൽ, നിക്ഷേപം, അവസരങ്ങളുടെ മോഡലാണ്. നല്ലൊരു ഭരണത്തിന്റെ മോഡൽ. ഈ കഴിഞ്ഞ 9 കൊല്ലം കേരളം വീണ പതിറ്റാണ്ട്, അതിന് ഒരു ലൈന് ഉപയോഗിക്കണമെങ്കിൽ അത് ആണ് ദുർഭരണം. അതിന്റെ വേദനയും അതിന്റെ ഒരു ഇമ്പാക്ട് സഹിക്കുന്നത് ജനങ്ങളാണ്, യുവാക്കളാണ്, കർഷകരാണ്, മലയോര കർഷകരാണ്, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്, ആശാ വർക്കേഴ്സാണ്, KSRTC ജീവനക്കാരാണ്. അപ്പൊ ആഘോഷിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ പറയുന്നു, ആഘോഷിക്കണ്ട. ഇവരോട് ഞാൻ പറയുന്നു, ഈ പുതിയൊരു മോഡൽ, വികസിത കേരളം മോഡൽ BJP-യും NDA-യും മുമ്പോട്ട് വയ്ക്കും. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്. ജനങ്ങൾ തീരുമാനിക്കും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.